വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ രാവിലെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 9 മണിക്കായിരുന്നു ഫംഗ്ഷൻ. ഫസ്റ്റ് സെഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10, 10:30, 11 ആയപ്പോഴത്തേക്കും ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തിറങ്ങി കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വഴിയേ വരുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരു 12 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചു. അതിന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയായിരുന്നു എനിക്കല്ല, അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, പേരൻസിനാണെങ്കിലും എല്ലാവർക്കും 5 വർഷത്തെ സ്ട്രഗിളായിരുന്നു ഈ കാണുന്നത്. ഈ ഒരു ഡേയിൽ തന്നെ എൻറോൾ ആകണമെന്നുള്ളതും ഈ ഒരു ഔട്ട്ഫിറ്റിൽ, ഒരു കോസ്റ്റ്യൂമിൽ ഒക്കെ നിൽക്കുന്നത് ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പം എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. നമ്മൾ തിരിച്ച് സേഫായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യണം. ഈ ഡ്രസ്സ് എനിക്ക് അഴിച്ചു വെക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പം ഇത് അഴുക്കാവും, കാരണം വൈറ്റ് ആണല്ലോ, അപ്പോൾ അഴുക്കാവും. അപ്പോൾ ഇതെന്തായാലും അഴിച്ചു വെച്ചേ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് അഴിച്ചു വെക്കാം, മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് അയച്ചു വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോളർ ബാൻഡാട്ടോ അയക്കുന്നത്. കോളർ ബാൻഡ് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മുടിയൊക്കെ ഇട്ട് കുറച്ച് വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടോ. എനിക്ക് സത്യം പറയാൽ കോസ്റ്റ്യൂം അയച്ചു വെക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ ഞാൻ വാച്ച് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ വളകൾ എല്ലാം ഊരി വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബാംഗിൾസ് നല്ല രസമുണ്ടായിരുന്നു. അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ എൻ്റെ സ്റ്റഡുകൾ രണ്ടും, ഇയറിങ്സ് രണ്ടും ഊരി വെച്ചു. പിന്നെ മുടി കെട്ടിയിരിക്കുന്ന നമ്മുടെ ഹെയർ പിന്നെല്ലാം അഴിച്ചു. അപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ആക്സസറികളെല്ലാം നമ്മൾ അഴിച്ചു വെച്ചു കേട്ടോ. പിന്നെ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ചീകിയൊക്കെ നേരെ വെച്ചു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഹെയർ ഭയങ്കര ഷോർട്ടായി പോയതുകൊണ്ട്. കാരണം ഇതുപോലുള്ള നല്ല ദിവസങ്ങളിലൊക്കെ എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. പക്ഷേ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ അത് ആലോചിക്കേണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആലോചിച്ചില്ല. ഇനി അങ്ങനെ ഫേസ് വാഷ് ഇട്ടു, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പോൺസിൻ്റെ ഫേസ് വാഷ് ആട്ടോ ഞാനിവിടെ എടുത്തത്. പിന്നെ എൻ്റെ കാജൽ ഒരു ഫസ്റ്റ് ക്ലെൻസിങ്ങിലൂടെ പോകാറില്ല. അപ്പോൾ ഞാൻ ഒരു വെറ്റ് ടിഷ്യൂ എടുത്ത് കാജലൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലും ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക്കൊക്കെ പോയി എങ്കിലും ജസ്റ്റ് ഒന്ന് തൂത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബേബി.